വെനസ്വേല സംഘർഷം ആഗോള വിപണിയിൽ ആശങ്ക പടർത്തുന്നതിനിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരികളിൽ വൻഇടിവ്. ഇന്ന് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ റിലയൻസ് ഓഹരി വില 5% ഇടിഞ്ഞു. ഇന്നലെ 1% ഇടിഞ്ഞതിന് പിന്നാലെയാണ് ഈ വലിയ തകർച്ച. ആഗോള വിപണിയിലെ ചലനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയെ ബാധിക്കുന്നതെങ്ങനെ? നിക്ഷേപകർ ഈ ഘട്ടത്തിൽ ഭയപ്പെടണോ, അതോ ഇതൊരു സുവർണ അവസരമാണോ? പരിശോധിക്കാം. ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള വെനസ്വേലയിലെ പ്രശ്നങ്ങൾ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാമെന്നും റിഫൈനറികളുടെ മാർജിനെ ബാധിക്കാമെന്നുമുള്ള ആശങ്കയാണ് പ്രധാനമായും റിലയൻസ് ഓഹരികളെ ബാധിക്കുന്നത്. അതുമാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാമെന്ന സൂചനയും ഓഹരിക്ക് തിരിച്ചടിയായി. എന്നാൽ ഓഹരിയുടെ നിലവിലെ ഇടിവ് താൽക്കാലികമാണെന്നും ദീർഘകാല നിക്ഷേപകർക്ക് ഇതൊരു മികച്ച വാങ്ങൽ അവസരമാണെന്നും ഭൂരിഭാഗം വിപണി വിദഗ്ധരും വിലയിരുത്തുന്നു. റിലയൻസ് വെറും ഒരു എണ്ണ കമ്പനി മാത്രമല്ല, ജിയോ, റീറ്റെയിൽ എന്നിവയുടെ കരുത്തുറ്റ വളർച്ച ഓഹരിയെ വലിയ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കും. ദീർഘകാല നിക്ഷേപകർക്ക് കുറഞ്ഞ വിലയിൽ ഓഹരി വാങ്ങാനുള്ള നല്ലൊരു അവസരമാണ് ഈ ഇടിവ് എന്നാണ് വിപണി നിരീക്ഷകരുടെ അഭിപ്രായം. പ്രമുഖ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ പലതും റിലയൻസിന് ബൈ റേറ്റിംഗും നൽകിയിട്ടുണ്ട്. 1625 രൂപ ലക്ഷ്യവില നിശ്ചയിച്ച് ഓഹരികൾ ശേഖരിക്കാമെന്നാണ് റെലിഗെയർ ബ്രോക്കിംഗിലെ അജിത് മിശ്ര ചൂണ്ടിക്കാട്ടുന്നത്. 2025 സെൻസെക്സ് വെറും 9% മാത്രം നേട്ടം നൽകിയപ്പോൾ 29% നേട്ടമാണ് റിലയൻസ് ഓഹരികൾ നൽകിയത്. നിലവിലെ താൽക്കാലിക തടസ്സങ്ങളെ മറികടന്ന് ഓഹരി മുന്നേറുമെന്ന് തന്നെയാണ് വിപണി വിലയിരുത്തൽ. നിക്ഷേപകരോട് ഒരു കാര്യം: ഓഹരി വിപണിയിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ചർച്ച ചെയ്യാൻ മറക്കരുത്.